ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂട്ടിൽ സുധീഷ് ജയിലിലാണല്ലോ. ഐയുടെ മോനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണല്ലോ കേസ് വന്നിരിക്കുന്നത്. പോരാത്തിന് സുധീഷ് ഐയുടെ മകനെ അടിക്കാനും പോയിട്ടുണ്ട്. കാരണം സുധീഷിന്റെ ഭാഗത്തായിരുന്നില്ല തെറ്റ്. ഐയുടെ മകൻ ഓടിച്ച വണ്ടിയാണ് എതിർദിശയിൽ വന്നതും റോങ് ആയിട്ട് സുധീഷിനെ വന്ന് ഇടിക്കുന്നതും ഒക്കെ കേട്ടോ. എങ്കിൽ പോലും സുധീഷ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തത് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കിയെടുത്തു അവര്. കാരണം ഐയുടെ മകനെയാണല്ലോ സുധീഷ് തള്ളിയിരിക്കുന്നത്, അതാണ് അവർക്ക് പ്രശ്നം. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവനെ ലോക്കപ്പിലിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ അവൻ്റെ ലൈസൻസും മേടിച്ച് വെക്കുന്നുണ്ട്. 1 മാസത്തേക്ക് അവന് വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല. തെറ്റ് ചെയ്യാഞ്ഞിട്ടും താൻ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ദേഷ്യമാണ് കേട്ടോ സുധീഷനുള്ളത്. പിന്നെ എങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങും? ഇവരാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് സുധീഷിൻ്റെ മറ്റുള്ള കേസുകളൊക്കെ കൂട്ടിയിട്ട് കൊടുക്കണം എന്നോ അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് അവന് പേടിയാവുന്നുണ്ട്. കൂടെ തന്നെ അവന് ഭയങ്കര ദേഷ്യം. താനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ പേടിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട് അവന്. പക്ഷേ ഇത് വീട്ടിലറിയുമ്പോൾ എല്ലാവരും പേടിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സുധീഷും ഹരീഷും എപ്പോഴും വഴക്കാണെങ്കിൽ പോലും ഹരീഷിന് ഏറ്റവും ഇഷ്ടം സുധീഷിനെയാണ് കേട്ടോ. അവൻ അത്രയും സുധീഷിന് ജീവനാണ്. അതുകൊണ്ട് തന്നെ സുധീഷിന് എന്ത് പ്രശ്നം വന്നാലും മുന്നിൽ ഹരീഷ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അവൻ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൈക്കൂലി കൊടുത്തിട്ട് ഇറക്കാനാണ് അവരുടെ പ്ലാന്. അല്ലെങ്കിൽ സുധീഷിനെ പുറത്തിറക്കാൻ പറ്റില്ല. അങ്ങനെ അവർ നുള്ളിപ്പെറുക്കി കയ്യിലുള്ള ക്യാഷും കൂടെ സുധീഷ് എന്തിനോ കരുതി വെച്ച ക്യാഷും കൂടെ എടുത്തിട്ട് 50,000 രൂപയാണ് കേട്ടോ ഐക്ക് കൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ സുധീഷ് ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവർ ഈ ക്യാഷ് കൊടുക്കാൻ വരുന്ന സമയത്ത് അവൻ ലോക്കപ്പിലാണ്. അത് കാണുമ്പോൾ അവർക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഹരീഷ് അവനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്, ടെൻഷൻ ആവണ്ട, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാമെന്നൊക്കെ. അങ്ങനെ സുധീഷിനെ അവിടെ നിന്ന് ഇറക്കുകയാണ് കേട്ടോ. പക്ഷെ അവരുടെ മുന്നിൽ തന്നെ ഈ സുധീഷിനെ അടിക്കുന്നുണ്ട്, മുഖത്ത് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് സുധീഷിന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. സുധീഷനാണെങ്കിൽ തൊട്ടേനും പിടിച്ചാനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അത് മനഃപൂർവ്വം ആരോടും ഉള്ള ദേഷ്യമല്ല, കാരണം സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അവന് ഇത്ര ദേഷ്യം. അപ്പം ഹരീഷാണെങ്കിൽ അവന് ദേഷ്യത്തോടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് ചൂട് പിടിച്ചിട്ട് തിരിച്ച് നന്നായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഇയാളല്ലേ റോങ് ആയിട്ട് പോയത്, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്നിട്ട് ഇയാളെന്തിനാ ഇത്ര ഓവറാക്കുന്നത്? അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ കണ്ടോടാ, നീ കണ്ടോ ഞാനാണ് റോങ് ആയിട്ട് പോയതെന്ന്? അവനാണ്, ഞാൻ ശരിക്കാണ് പോയത്, നീ വെറുതെ കാണാത്ത കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് സുധീഷ് അവനോട് മല്ലിടുന്നുണ്ട് കേട്ടോ. ഹരീഷും വിട്ടു കൊടുക്കുന്നില്ല. സുഭാഷേട്ട 2 പേരെയും മാറ്റി നിർത്തിയിട്ട് സുധീഷിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് കഴിഞ്ഞില്ലടാ, ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും നീ പുറത്തിറങ്ങിയില്ലേ, നമ്മൾ വെറുതെ അതിൻ്റെയൊക്കെ പിറകെ പോയി കഴിഞ്ഞാൽ എന്തായാലും കുടുങ്ങും എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നികേഷ് സുധീഷിൻ്റെ അടുത്തൊക്കെ ചേറിട്ടിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, സുധീഷേട്ട അവർ ഒരുപാട് ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സുധീഷിന് അതിനൊന്നും മറുപടി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അത്രയും ദേഷ്യവും സങ്കടം എല്ലാം കൂടിയാണ് അവനുള്ളത് കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിങ്ങനെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും രക്ഷപ്പെട്ടില്ലേ, എല്ലാം സമാധാനത്തോടെ നേരിടാണ് വേണ്ടത്. അത് കേട്ടപ്പോൾ സുധീഷ് ദേഷ്യത്തോട് കൂടെ പറയുന്നുണ്ട്, അതിന് എൻ്റെ ഭാഗത്തല്ലല്ലോ തെറ്റ്, അവരുടെ ഭാഗത്തല്ലേ തെറ്റ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, തെറ്റ് ആരുടെ ഭാഗത്തായാലും നമുക്കിപ്പോൾ പോലീസുകാരോട് കച്ചറ ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ എല്ലാം സമാധാനത്തോടെ നേരിടണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ ലൈസൻസ് അവർ പിടിച്ചു വെച്ചില്ല, ഇനി 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്കത് പെട്ടെന്ന് കിട്ടുമോ നോക്കാം, എല്ലാത്തിനും ഒരു സമാധാനം വേണം, അങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സുധീഷ് അവിടുന്ന് ദേഷ്യത്തോടു കൂടെ റൂമിലേക്ക് പോവാണ്. അവിടെ പോയിരുന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം സുധീഷ് ആലോചിക്കുന്നുണ്ട്. അവൻ അടി കിട്ടിയതും, അതായത് പോലീസ് അവനെ അടിച്ചതും, കൂടെ തന്നെ ഐയുടെ മകൻ സ്റ്റേഷനിൽ ഇവന് പരാതി കൊടുക്കുന്നതും, എന്നിട്ട് ഇവൻ്റെ ലൈസൻസ് റദ്ദാക്കണമെന്ന് പറയുന്നതും എല്ലാം അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ടൊരു പ്രതികാരത്തിൻ്റെ ഒരു മൈൻഡിലാണ് അവൻ ഇരിക്കുന്നത് കേട്ടോ. പെട്ടെന്നാണ് അവൻ്റെ ചിന്ത ഒന്ന് പോയത്. അങ്ങനെ അപ്പം തന്നെ അവൻ്റെ ബാഗ് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ താൻ സ്വരുക്കൂട്ടി വെച്ച ക്യാഷ് കാണുന്നില്ല. അതോടുകൂടി അവൻ്റെ സകല നിയന്ത്രണം വിട്ടിട്ട് അവൻ പെട്ടെന്ന് ഹാളിലേക്ക് വന്നിട്ട് ഹരീഷിനോട് ചൂടാവാണ്. എവിടെടാ എൻ്റെ ക്യാഷ് എവിടെ പോയി? നിന്നോട് ആരാ എൻ്റെ ക്യാഷ് എടുക്കാൻ പറഞ്ഞേ? നീ അത് എടുത്തിട്ടാണോ ഇന്ന് അവിടെ പൈസ കൊടുത്ത് തന്നെ ഇറക്കിയത്? അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതെ, അല്ലാതെ ഞങ്ങളെ കയ്യിൽ നിന്ന് ഇവിടുന്ന് 50,000 രൂപ ഞങ്ങൾ കുറേ ഒപ്പിച്ചു, എന്നിട്ടും പൈസ തികഞ്ഞപ്പോൾ നിങ്ങളുടെ ബാഗിൽ നിന്നും ബാക്കി എടുത്തു, 25,000 ആണ് എടുത്തത്. അത് കേട്ടപ്പോഴേക്ക് സുധീഷിന് ഭയങ്കര ദേഷ്യം വന്നു. അത് ഞാൻ മറ്റൊരു കാര്യത്തിന് മാറ്റി വെച്ച ക്യാഷായിരുന്നു, നീ എന്തിനാണ് അത് എടുത്തത്? എന്നോട് ചോദിക്കാതെ എന്തിനാണ് ക്യാഷ് എടുത്തത്? അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് പൈസ കൊടുത്തത്? എൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ, പിന്നെ എന്തിനാ ഞാനവിടെ കിടക്കുമായിരുന്നല്ലോ, നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അല്ലെങ്കിൽ എന്നോട് ചോദിക്കേണ്ട, എന്നോടൊരു വാക്ക് ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവൻ നന്നായിട്ട് ഷൗട്ട് ചെയ്യാൻ കേട്ടോ ഹരീഷിനെ. അപ്പോൾ ഹരീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹരീഷും പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞങ്ങളൊരു നല്ല കാര്യം ചെയ്തതിനാണ് ഇത്ര പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അവിടെ കിടക്കേണ്ടി വന്നേനെ, അവരുടെ ഇടിയും തൊഴിയും കേൾക്കേണ്ടി വന്നേനെ, എന്നിട്ട് ഞങ്ങളും
അങ്ങോട്ട് കൊണ്ടുവന്നാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. നിധി ഒരുപാട് ഇടപെടാൻ നോക്കി, പക്ഷെ അതൊന്നും അവസാനിക്കുന്നില്ല. അത് കേട്ട് ഭാസ്കരനകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ത് കിഴങ്ങന്മാരാണ്, ഇവൻ തെറ്റ് ചെയ്തില്ലെന്ന് അവൻ 1000 വട്ടം പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ആ ഏമാന്മാർക്ക് പൈസ കൊടുത്തത്, അവന് സുഖമായിട്ട് ഊരിപ്പോരായിരുന്നല്ലോ, അവൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ, കിഴങ്ങന്മാരെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും എരിയേറ്റി കൊടുക്കുന്നുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ സുധീഷിൻ്റെ സകല നിയന്ത്രണം തെറ്റുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഭാസ്കരൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യം എന്താ, ഒരിക്കലും ആ പൈസ അവിടെ കൊടുക്കേണ്ടില്ലായിരുന്നു, ലൈസൻസും പോയി, ഇപ്പം അവൻ്റെ 50,000 പോയി. അതും കേട്ടപ്പോൾ സുധീഷിന് ആകെ വിറച്ച് കയറുന്നുണ്ട്. അങ്ങനെ അവൻ പിന്നെയും ഹരീഷിനോട് ചൂടാവാണ്, എനിക്ക് എൻ്റെ പൈസ ഇപ്പം കിട്ടണം. അത് കേട്ടപ്പോൾ ഹരീഷിൻ്റെ സകല നിയന്ത്രണം തെറ്റുകയാണ് കേട്ടോ. പരീക്ഷ പറയുന്നുണ്ട്, ഇയാളുടെ പൈസ ഞാൻ എവിടെ നിന്ന് എടുത്തരാനാ, എന്നാൽ നിങ്ങൾ ലോക്ക് പോയി കിടക്ക്, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പൈസ മേടിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഒടുവിൽ അത് കയ്യാങ്കളിയായിട്ട് മാറുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടി നടക്കുക. ഭാസ്കരനും നിധിയും നികേഷ് മാറി മാറി പറയുന്നുണ്ട്, പിടിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ് അവർ. കണ്ട പേടി തോന്നുന്ന രീതിക്ക് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ് കേട്ടോ. നിധി അവളുടെ മാക്സിമം നോക്കുന്നുണ്ട് അവരുടെ പ്രശ്നം സോൾവ് ആക്കാൻ, പക്ഷെ പറ്റുന്നില്ല. ഒടുവിൽ അവൾ സകല നിയന്ത്രണം തെറ്റിയിട്ട് അകത്ത് പോയിട്ട് 2 പ്ലേറ്റ് എടുത്ത് ഒച്ചത്തിൽ താഴേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോഴാണ് രണ്ടുപേരും ഒന്ന് വേർപെട്ടത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, കുറച്ച് സമാധാനം തരും നിങ്ങൾ, എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ രണ്ടുപേരോടും. അതോടുകൂടെ അവർ രണ്ടുപേരും അമരുകയാണ് കേട്ടോ. സുധീഷാണെങ്കിൽ തലതാത്തി നിൽക്കുകയാണ്, അവൻ്റെ ദേഷ്യം എപ്പോഴും അമർന്നിട്ടില്ല. ഹരീഷും അതുപോലെ തന്നെ. എന്നിട്ട് നിധി സുധീഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വട്ടാണോ, സാമാന്യ ബോധമല്ലേ, നിങ്ങളവിടെ പെട്ട് കിടക്കായിരുന്നില്ലേ ലോക്കപ്പിൽ, അതും ചെയ്യാത്ത കുറ്റത്തിന് അവരെന്തൊക്കെയോ കേസ് ചുമത്തി നിങ്ങളെ വീണ്ടും ലോക്കപ്പിൽ ഇടാൻ നിൽക്കായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഇവർ രക്ഷപ്പെടുത്തിയത്, എന്നിട്ട് ഇതിനെ ഇവരോട് ഇങ്ങനെയൊക്കെ ചൂടാവുന്നത്, നിങ്ങൾക്കെന്നെ നന്ദി എന്ന് പറഞ്ഞ സാധനമില്ലേ, അവരെത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഇറക്കിയെന്നറിയോ, 25,000 നിങ്ങളുടെ എടുത്തു പോട്ടെ, ബാക്കി പൈസ അവരെങ്ങനെ ഒപ്പിച്ച് നിങ്ങൾ അറിഞ്ഞോ, അവരുടെ സമ്പാദ്യം നുള്ളി പെറുക്കിയൊക്കെയാണ് അവരത് എടുത്തത്, അത് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ, വെറുതെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്തായാലും പ്രശ്നം സോൾവ് ആയില്ലേ, ബാക്കി നമുക്ക് നോക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ചൂടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സുധീഷിനോട് നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് ഒടുവിൽ അവിടുന്ന് ഒരു പാത്രം എടുത്ത് തറയിലേക്ക് ദേഷ്യത്തോടു കൂടെ ഒച്ചത്തിലിടുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ദേഷ്യം കടിച്ചമർത്തി അകത്തേക്ക് പോവാണ്. അതുപോലെ തന്നെ അവൾ ഹരീഷിനോടും പറയുന്നുണ്ട്, നിനക്ക് എന്താ ഹരീഷ്, നിനക്കും തീരെ ബോധമില്ല, സുധീഷൻ എന്ത് പ്രശ്നം വന്നാലും എല്ലാവരെക്കാട്ടി കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും അത് സോൾവ് ആവാൻ മുന്നിൽ ഇറങ്ങി തിരിക്കുന്നതും നീയല്ലേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, സുധീഷിൻ്റെ മാനസികാവസ്ഥ നിനക്ക് അറിയുന്നതല്ലേ, എന്തായാലും ചെയ്യാത്ത കുറ്റത്തിനാണ് അവൻ കുറ്റം ചെയ്ത പോലെ ലോക്കപ്പിൽ കിടന്നത്, അപ്പോൾ അതിൻ്റെതായ ദേഷ്യം അവൻ ഉണ്ടാവില്ല, ലൈസൻസും പോയി, എന്നിട്ട് നീ എന്തിനാ സുധീഷിനോട് ദേഷ്യപ്പെടുന്നത്, അവൻ്റെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, അപ്പോൾ അതറിഞ്ഞല്ലേ പെരുമാറേണ്ടത്, എന്തായാലും ഒരു ദേഷ്യവും സങ്കടമൊക്കെ പുറത്ത് കാണിക്കും, അതിന് നമ്മളും അതേ രീതിക്ക് ഇത് എടുത്തിട്ട് പെരുമാറേണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൾ ഹരീഷിനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരീഷ് അവിടുന്ന് കൊലായിലേക്ക് പോവാണ്. എന്നിട്ട് തലയൊക്കെ ഒഴിയുന്നുണ്ട്, വെറുതെ ദേഷ്യപ്പെട്ടോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം അവനുണ്ട്. അത് കഴിഞ്ഞ് അവൾ നേരെ തിരിയുന്നത് ഭാസ്കറിൻ്റെ അടുത്തേക്കാണ്. ഭാസ്കറിനെ അപ്പോൾ ജസ്റ്റ് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾക്കും തീരെ ബോധമല്ലേ, നിങ്ങൾ അച്ഛനല്ലേ, വെറുതെ മക്കൾ 2 പേരും കൂടെ പ്രശ്നം ഉണ്ടാകുമ്പം അതിനേറ്റ് കയറ്റി അവരെ തരിപ്പ് കയറ്റിയല്ല വേണ്ടത്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭാസ്കരനോട് ചൂടായിട്ട് അവൾ അകത്തേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടൻ മാർക്കറ്റിൽ നിന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് ഹരീഷിനെ കണ്ടപ്പം എന്തോ ഒരു പന്തികേട് തോന്നി, കാരണം അവൻ്റെ കോലും എല്ലാം ഒരു അടി കഴിഞ്ഞൊരു ലുക്ക് ഉണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചോദിക്കുന്നുണ്ട് ഹരീഷിനോട്, എന്താ ഹരീഷ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടടാ, എന്താ പ്രശ്നം, അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒന്നുമില്ല ഏട്ടാ. അങ്ങനെ അകത്തേക്ക് വരുമ്പം നിധിയും നികേഷൊക്കെ ഹോളൊക്കെ റെഡിയാക്കി വെക്കുന്ന കണ്ടപ്പോഴും കാര്യം ഏകദേശം സുഭാഷിന് മനസ്സിലായി, ഇവിടെ ഒരു വലിയ വഴക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെ സുഭാഷ് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ്, അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്താ ഏട്ടാ വഴക്ക് തന്നെ, 2 പേരും പൊരിഞ്ഞ അടി. അപ്പോഴേക്ക് സുധീഷ് അകത്തേക്ക് വരിക കേട്ടോ. അപ്പോഴേക്കും ഈ പറഞ്ഞ കാര്യം നികേഷ് വിഴുങ്ങുന്നുണ്ട്, കാരണം ഇനിയിപ്പം താൻ പറഞ്ഞത് കേട്ടിട്ടപ്പം സുധീഷ് ഏട്ടനെ ഇളകണ്ടെന്ന് വെച്ചിട്ട്. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, എന്താ സുധീഷേ നീ എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നത്. അപ്പോഴേക്ക് സുധീഷ് ദേഷ്യത്തോട് കൂടെ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൈസ എന്തിനാ എടുത്തു കൊടുത്ത് സുഭാഷ് ഏട്ടാ, ഞാൻ ചെയ്യാത്ത കുറ്റമല്ലേ, പിന്നെ എന്തിനാ അവർക്ക് പൈസ കൊടുത്തേ, എന്നോട് ചോദിക്കാത്ത എൻ്റെ ക്യാഷ് എന്തിനാ എടുത്തേ. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ പെട്ടെന്ന് അത്രയും തുക ഒപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു, അതാണ് പിന്നെ അത് എടുത്തത്, അത് നമുക്ക് പിന്നീട് ഉണ്ടാക്കിയ പോരെ, നീ എന്തിനാ അങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുധീഷ് ദേഷ്യത്തോടു കൂടെ കടിച്ചമർത്തി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ വെറുതെ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഹരീഷേ നീ എന്തിനാ അവനോട് വഴക്കിടാൻ പോകുന്നത്, ഒന്നാമത് അവനാകെ ടെൻഷനായിട്ടും ദേഷ്യത്തോടു കൂടെ വന്നിരിക്കുകയല്ലേ, അവൻ ചെയ്യാത്ത കുറ്റമാണോ അവൻ്റെ മേൽ പഴിച്ചാരിക്കപ്പെട്ടത്, അപ്പോൾ നീ ഒന്ന് സമാധാനത്തോടു കൂടി പറയല്ലേ വേണ്ടത്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടാൻ വേണ്ടേ എന്ന് പറയാൻ കേട്ടോ. സുഭാഷ് ഏട്ടാ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വെറുതെ നമുക്ക് ഇയാളെ ഇറക്കേണ്ടില്ലായിരുന്നു, അവിടെ തന്നെ കിടന്നോട്ടെ. അത് കേട്ടപ്പോൾ സുധീഷിന് പിന്നെയും ദേഷ്യം വരുന്നുണ്ട്. അവർ പിന്നെയും ഒരു വഴക്കിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ സുഭാഷ് അവിടെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പം നിധിയാണ് ചൂടാവുന്നത്, ഒന്ന് നിർത്ത്. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നോക്കിയേ അവൾ എന്തുമാത്രം സ്ട്രെസ് ആവുന്നുണ്ട്, എന്തിനാണ് വെറുതെ ആ കുട്ടിയെ സങ്കടപ്പെടുത്തുന്നത്, അവൾ എത്ര വട്ടം പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ വഴക്ക് കൂടരുതെന്ന്, അതിന് മാത്രം ദേഷ്യം നിങ്ങൾക്ക് എവിടുന്നായി വരുന്നത്, വെറുതെ എന്തിനാ മുഖം കയറ്റി പിടിച്ച് ഓരോ റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത്, അതിലെന്ത് സന്തോഷമുള്ളത്, വെറുതെ ഇതിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് നമ്മളെല്ലാവരും കൂടെ സോൾവ് ആക്കുകയല്ലേ വേണ്ടത്. എടാ സുധീഷ് നീ അല്ലേ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നേ, എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു സമാധാനം നിങ്ങൾ കൊടുക്കും
കൊടുക്കുന്നുണ്ടോ? അവൾ എത്ര തവണ പറഞ്ഞു വഴക്കുണ്ടാക്കല്ലേ എന്ന്, എന്നിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യുന്നത് എന്താ? നിങ്ങളുടെ വഴക്ക് തീർക്കലാണ് അവൾക്ക് പണി. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്താ? നമ്മളെല്ലാവരും അവിടെ പിടിച്ചു നിർത്തിയിട്ട് നമ്മളിങ്ങനെ വഴക്ക് കൂടാണെങ്കിൽ അവൾ ഇറങ്ങി പോകില്ലേ? പിന്നെ അവളോട് ഇവിടെ നിൽക്കാൻ പറയാൻ നമുക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നൊക്കെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷും ഹരീഷും അതൊക്കെ കേട്ട് നിൽക്കുകയാണ്. നിധിയും എല്ലാവരും അത് കേട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും സുധീഷിൻ്റെ ഉള്ളിലെ ദേഷ്യമൊന്നും ഇപ്പം അടുത്ത കാലത്ത് അമരാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്കും അവന് ദേഷ്യം വരുന്നുണ്ട്. ചെയ്യാത്ത കുറ്റമാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. എന്തായാലും നോക്കാം നമുക്ക് അടുത്ത എപ്പിസോഡൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്